ഈ കിടക്കുന്ന വണ്ടികളൊക്കെ നമ്മളിപ്പോൾ ഓടിച്ച് പഠിക്കാൻ എടുക്കുന്നെങ്കിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് എന്തെങ്കിലും നമ്മളൊരു പുതിയ വാഹനം യൂസ് വെയർ എടുക്കുമ്പോൾ എക്സ്ചേഞ്ചിലൂടെ നമുക്ക് മാറ്റിയെടുക്കാം. അതിൻ്റെതായ വിലയും കാര്യങ്ങളും കാണിച്ചില്ല. ബഡ്ജറ്റ് ഒരു വണ്ടി ഓടിച്ച് പഠിക്കുന്ന, അതുപോലെ തന്നെ ചെറിയ ചെറിയ കച്ചവട ആവശ്യങ്ങൾക്ക് ചെറിയ ചെറിയ ഓട്ടങ്ങളൊക്കെ പറ്റുന്ന കണ്ടീഷൻ വാഹനങ്ങൾ ചെറിയ എമൗണ്ടിന് നോക്കുന്നവർക്ക് പറ്റുന്ന ഒരു 10ഓളം വാഹനങ്ങൾ അല്ലേ? ഇത് മാരുതിയുടെ ഓൾട്ടോ അല്ലേ? അതെ. ഓൾട്ടോ ഏത് മോഡൽ വരുന്നത്? 2007 ആണ്. 2007 മോഡല്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം പക്കയാണ്. നിലവിൽ റണ്ണിംഗ് കണ്ടീഷൻ അല്ലേ? റണ്ണിംഗ് കണ്ടീഷൻ ആണ്. ഇലക്ട്രിക്കലി നമ്മൾ ക്ലിയർ ചെയ്ത് തരും. എല്ലാം ക്ലിയർ ചെയ്ത് തരും. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ ഒന്നിന് മേലെയാണ് ആസ്കിങ് വരുന്നത്. പക്ഷെ നോക്കണ്ട, ഒന്നിന് താഴോട്ട് തന്നെ ആക്കി തരാം. മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് തരും. ലോ ബഡ്ജറ്റ് ആണ്, എന്നിരുന്നാലും കൂടി മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഓൾട്ടോ കേട്ടൻ അല്ലേ? കേട്ടനാണ്. ഇത് ഏതാ മോഡൽ? 2011 മോഡല്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം പക്ക. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ആസ്കിംഗ് പ്രൈസ് വന്ന് 1.35 ആ റേഞ്ചിലാണ്. 1.35 ഫൈനൽ ചെയ്യുമ്പോൾ എന്തായാലും നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. കാരണം നമുക്ക് അത്രയും സ്റ്റോക്ക് ക്ലിയർ ചെയ്യണം. അതിന്റെ ഭാഗമായിട്ട് നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. ഇത് മാരുതിയുടെ ഓൾട്ടോ അല്ലേ? ഓൾട്ടോ അത്യാവശ്യം കുറച്ച് മോഡൽ കൂടിയ വണ്ടി. 2012 മോഡൽ. ഓണർഷിപ്പ് സെക്കൻഡ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. എല്ലാം പക്കയാണ്. വേറെ മേജർ ആക്സിഡന്റ് എന്തെങ്കിലും ഒന്നുമില്ല. കണ്ടീഷൻ ആണ്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ചോദിക്കുന്ന പ്രൈസ് 1.45 ആണ്. ലാസ്റ്റ് പ്രൈസ് അല്ല. ഇത് മാരുതി ഓൾട്ടോ അല്ലേ? അതെ. ഇത് എത്ര മോഡൽ വരുന്നത്? 2009 LX ആണ്. LX AC പവർ സ്റ്റിയറിംഗ് വരുന്ന മോഡൽ കണ്ടീഷൻ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1.10 ആണ്. 1.10. ഇത് വീണ്ടും ഓൾട്ടോ അല്ലേ? അതെ. ഇതേതാ 2012 ആണ്. 2012. ഇതും സെയിം മോഡൽ തന്നെ സെയിം മോഡൽ LX. അതെ. AC പവർ സ്റ്റിയറിംഗ് റണ്ണിംഗ് കണ്ടീഷൻ വണ്ടികളായിരിക്കും എല്ലാം. കാരണം അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സെയിലിന് വെച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ പുറത്ത് കൊടുത്ത് ഒഴിവാക്കൂല. തീർച്ചയായും. ഓക്കെ. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1.45 തന്നെയാണ്. 1.45. ഫൈനൽ അല്ല. ഇതെത്ര മോഡൽ വരുന്നത്? 2006. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം പക്കയാണ്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 75 ആണ്. 75,000. ലാസ്റ്റ് അല്ല. മാരുതിയുടെ സെൻ എസ്റ്റിലോ അല്ലേ? സെൻ എസ്റ്റിലോ. ഏത് മോഡൽ വരുന്നത്? 2007 ആണ്. 2007 മോഡൽ. റണ്ണിംഗ് കണ്ടീഷൻ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം പക്കയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1 lakh ആണ്. മാക്സിമം നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരാം. മാക്സിമം ഡിസ്കൗണ്ട്. 1,00,000 ചോടുള്ള വണ്ടികളാണ്. അടുത്തായിട്ട് മാരുതിയുടെ ഓൾട്ടോ അല്ലേ? ഇത് LX ആണ് വേരിയന്റ്. LXi ആണ്. AC പവർ സ്റ്റിയറിംഗ് വരുന്ന മോഡൽ. ഇത് മോഡൽ എത്ര? 2011. അത് രണ്ടെണ്ണം 2012. ഇത് 11. ഇത് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? ചോദിക്കുന്ന പ്രൈസോ? 1.20 ആണ് ആസ്കിംഗ്. ഒന്നിന് ചോടോട്ട് തന്നെ ആയിട്ട് നമുക്ക് ചെയ്യാം. ഈ ഒരു വാഗനർ ഏതാ മോഡൽ വരുന്നത്? 2011 മോഡലാണ്. സെക്കൻഡ് ഓണർ 95,000 കിലോമീറ്റർ ഓടി. 95,000 കിലോമീറ്റർ. അപ്പോൾ ചാകര ലോ ബഡ്ജറ്റ് ചാകര ഉള്ളത് നമ്മുടെ കോഴിക്കോടാണ്. ലൊക്കേഷൻ വരുന്നത്. ഇവരുടെ നമ്പർ സ്ക്രീനിലുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇതിന്റെ പ്രൈസ് നമ്മൾ പറഞ്ഞോ? ഇതിന്റെ പ്രൈസ് പറഞ്ഞില്ല. ഇതിന്റെ പ്രൈസ് വരുന്ന ഇട്ട പ്രൈസ് 1.85 ആണ്. ഒരിക്കലും ഫൈനൽ അല്ല. നല്ല രീതിക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ബാക്കിലെ കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി മാക്സിമം ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും.